ഹലോ, സിന്ദൂരപ്പൊട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ജയദേവനാണെങ്കിൽ പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ സൗപർണിക്ക് കാര്യമൊന്നും മനസ്സിലാവുന്നില്ല. അവൻ ചിരിച്ചുകൊണ്ട് പറയാണ്, അല്ല സൗപർണിക്ക, നീ ഇത്രയ്ക്ക് പൊട്ടയാണോ? നീ ഒരു ദിവസം ഇങ്ങനെ എനിക്ക് നേരെ തിരിയുമെന്നും അന്നത്തോടെ എൻ്റെ വരുമാനം മുട്ടുമെന്നൊക്കെ എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. അതുകൊണ്ടല്ലേ ചക്കരെ ഞാൻ പണ്ടേ എൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മുടെ പഴയ പ്രണയരംഗങ്ങളൊക്കെ ഇതിനകത്താക്കി വെച്ചത് എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഫോൺ അവൻ കാണിച്ചു കൊടുക്കുകയാണ്. സൗപർണിക ആകെ ഷോക്കായിട്ടാണ് നിൽക്കുന്നത്. അവളുടെ ധൈര്യമൊക്കെ ചോർന്നു പോയിരിക്കുകയാണ്. നിനക്ക് ഒന്നുകൂടി അത് കാണണോ? നിൽക്കേ എന്ന് പറഞ്ഞിട്ട് ജയദേവൻ അവൻ്റെ ഫോൺ തുറന്നിട്ട് അവൻ അവളെ പീഡിപ്പിച്ച ആ ഒരു ഭാഗവും, അതായത് അവളുടെ ശരീരഭാഗങ്ങളൊക്കെ അവൾക്ക് തന്നെ കാണിച്ചു കൊടുക്കുകയാണ്. ശരിക്കും പറഞ്ഞ സൗപർണിക തകർന്നു പോയിട്ടുണ്ടായിരുന്നു. നീയും ഞാനും ചേർന്നിട്ടുള്ള ഈ രംഗങ്ങൾ അങ്ങ് ഇൻ്റർനെറ്റിലോട്ട് കടത്തി വിട്ടാലുണ്ടല്ലോ, പിന്നെ അവിടെ തീർന്നടി നിന്റെ കുടുംബവും ജീവിതവും. നീ തലയിലെടുത്ത് വെക്കുന്ന നിന്റെ ഭർത്താവും ഒറ്റ മിനിറ്റ് കൊണ്ട് എല്ലാം തീരും. അത് കണ്ടിട്ട് വാ പൊത്തി നിന്ന് കരയാനേ സൗപർണികയ്ക്ക് സാധിച്ചുള്ളൂ. അവൾ യാചിച്ചുകൊണ്ട് കണ്ണുകൾ കൊണ്ട് പറയാണ്, ചെയ്യരുതേ ചെയ്യരുതേ എന്ന്. അവൾക്ക് നിയന്ത്രിക്കാനാവാത്ത സങ്കടം വരുന്നുണ്ടായിരുന്നു. ഒറ്റ മിനിറ്റ് കൊണ്ട് നിന്റെ ജീവിതം മൊത്തം മാറി മറിയടി. ഇൻ്റർനെറ്റിലൂടെ ഈ ലോകം മുഴുവൻ നിന്റെ ശരീര സൗന്ദര്യം ആസ്വദിക്കാൻ തുടങ്ങുവടി. അതൊക്കെ കേട്ട സമയത്ത് അവൾക്ക് സഹിക്കാനാവുന്നുണ്ടായിരുന്നില്ല. ഒരു പെണ്ണിനെ സംബന്ധിച്ച് ഏറ്റവും വലുത് അവളുടെ മാനം തന്നെയാണ്. തനിക്ക് മുൻപിൽ വെച്ചിട്ട് തൻ്റെ മാനത്തിനാണ് ഇവനിപ്പോൾ വില പറയുന്നത്. അതേസമയം ടെൻ്റൊക്കെ അഴിച്ചിട്ട് എല്ലാവരും റെഡിയായിട്ട് നിൽക്കുകയാണ്. അങ്ങോട്ടേക്ക് ശ്യാമു വന്നിട്ട് പറയുന്നുണ്ട്, ഈ ട്രിപ്പിന് 3 പേർക്ക് പോവാൻ കേട്ടോ. അപ്പോൾ എല്ലാവരും റെഡിയായിട്ട് നിൽക്കുകയാണല്ലോ. അപ്പോൾ ഈ പ്രാവശ്യത്തെ 3 പേര് ആരെ അയക്കാമെന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ് നീലൻ. 3 പേരുണ്ടെങ്കിൽ ആദ്യം മുതിർന്നവരൊക്കെ പോവട്ടെ. രാജിച്ചെറിയമ്മയും ഇന്ദു താനും കൂടെ പോയിക്കോ. ഇല്ല നീലേട്ടാ, ഞാൻ നീലേട്ടൻ്റെ കൂടെ മാത്രമേ വരുള്ളൂ. ഇന്ദു വാശി പിടിക്കുകയാണ്. ഡക്ലേസ് ഏട്ടനെയും പായസേട്ടനെയും കൂടെ പറഞ്ഞേക്കാം. അപ്പോഴാണ് ശ്യാമ ചുറ്റിലും നോക്കുന്നത്. സൗപർണിക അവിടെയൊന്നും കാണുന്നില്ല. അവൻ ഇന്ദുവിനോട് ചോദിക്കുന്നുണ്ട്, അല്ല പെങ്ങളെ, സൗപർണിക എവിടെ? ടെൻറ്റിനകത്ത് സാധനങ്ങൾ എടുത്തു വെക്കുമായിരുന്നു. ശ്യാം അവിടെ ചെന്ന് നോക്ക്. ശരി, ഞാൻ അങ്ങോട്ട് ചെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ശ്യാം അങ്ങോട്ടേക്ക് പോയപ്പോഴാണ് രാജിച്ചെറിയമ്മ ചോദിക്കുന്നത്, ഇന്ദു ഞാൻ അവിടെ നിന്നാണല്ലോ വരുന്നത്, അവൾ അവിടെ ഇല്ലല്ലോ. ഇല്ലെന്നോ? അവർ രണ്ടുപേരും ആകെ ഞെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ശ്യാമും വന്നിട്ടുണ്ടായിരുന്നു. എന്താ ശ്യാം, അവളെ അവിടെയൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ശ്യാമ ചുറ്റിലും നോക്കിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ രാജേശ്വരി പറയുന്നുണ്ട്, അവൾ ആ ടെൻറ്റിൻ്റെ പിന്നിലോ മറ്റോ കാണുമോ? ഇല്ല ചെറിയമ്മേ, ഞാൻ അവിടെ നിന്നല്ലേ ഇങ്ങോട്ടേക്ക് വന്നത്, അവിടെയൊന്നും ഇല്ല ഇന്ദു പറയുന്നുണ്ട്. അപ്പോഴേക്കും വേറൊരു ടെൻറ്റിനകത്തേക്ക് കൂടെ പോയിട്ട് ശ്യാമ വന്നിട്ട് പറയാണ്, ഇതിനകത്തും ഇല്ല. അതോടെ എല്ലാവരിലും ഒരു പേടി ഉണ്ടായിരുന്നു. ഇന്ദു പറയാണ്, ഇനിയെങ്ങാനും കുറച്ച് അപ്പുറത്തോ മറ്റോ മാറി നിൽക്കുന്നുണ്ടെങ്കിലോ? നിൽക്ക്, ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. ഇന്ദു സൂക്ഷിച്ചിട്ട് പോണേ. ഞാൻ നോക്കിക്കൊള്ളാം നീലേട്ടാ എന്ന് പറഞ്ഞിട്ട് സൗപർണികയുടെ പേര് ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് ഇന്ദു അവിടെയൊക്കെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നീലനാണെങ്കിൽ രാജേശ്വരിയോട് പറയുന്നുണ്ട്, ചെറിയമ്മേ, ഇപ്പോൾ പായസവും ഡെക്കും ചെറിയമ്മയും കൂടിയിട്ട് ഇത്തവണ ഹോട്ടലിലേക്ക് പോയിക്കോളൂ. നീ എന്തൊക്കെയാ നീല ഈ പറയുന്നത്? നീ എന്നിട്ട് ഇവിടെ നിൽക്കാനോ? ഡക്ലേസ് ചോദിക്കുകയാണ്. അയ്യോ, ഞാൻ നോക്കിക്കോളാം, നിങ്ങളെല്ലാവരും ചേർന്ന് ഇപ്പോൾ പോവാൻ നോക്ക്. അപ്പോൾ പോകുന്ന ഇടയിലും രാജേശ്വരി പറയുന്നുണ്ട്, സൗബ എവിടെയാ ഉള്ളതെന്നൊന്ന് നോക്കണേ മോനെ, ഞാൻ പോവുകയാണേ എന്നൊക്കെ ശ്യാമിനോട് പറഞ്ഞിട്ടാണ് രാജേശ്വരി പോകുന്നത്. ഇന്ദുവിന് പുറമെ നീലനും ശ്യാമും സൗപർണികയെ ഓരോ ഭാഗത്ത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് സൗപർണികയാണെങ്കിൽ ജയദേവന്റെ മുന്നിൽ കിടന്ന് ഉരുകുവാണ്. അവൻ കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട്, നിന്റെ കെട്ടിയോൻ പോവുകയാണെങ്കിൽ പോട്ടേന്ന് വെക്കാൻ ചക്കരെ. പക്ഷേ പിന്നീട് നിനക്ക് നാട്ടിലിറങ്ങി നടക്കാൻ പറ്റില്ല. ഒറ്റ ദിവസം കൊണ്ട് നീ അങ്ങ് വേൾഡ് ഫേമസ് ആവും, വേറൊരു ലോകത്തെത്തും. എന്താ വിടട്ടെ ഞാൻ? അവനിങ്ങനെ കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്തോറും സൗപർണിക അവന് മുന്നിൽ കൈകൂപ്പി യാചിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്ലീസ്, ഒരൊറ്റ ഞെക്കിയാ പിന്നെ നീ അങ്ങ് എയറിലാവും മോളെ. എത്ര പേരാ പിന്നെ നിന്നെ കണ്ട് രസിക്കുക. അപ്പോൾ ജയദേവനാണെങ്കിൽ സംസാരിച്ചുകൊണ്ട് തിരിഞ്ഞുകൊണ്ട് നിന്നാണ് സംസാരിക്കുന്നത്. പെട്ടെന്ന് അവൻ തിരിഞ്ഞു നോക്കിയതും ആ ഒരൊറ്റ നിമിഷം കൊണ്ട് അവിടെ തറയിൽ കിടന്ന ഒരു വലിയ വടിയെടുത്തിട്ട് സൗപർണിക അവൻ്റെ തലയിലൊക്കെ നോക്കി ഒരു അടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓർക്കാപ്പുറത്ത് കിട്ടിയ അടിയായത് കാരണം ജയദേവനും ഒന്ന് പകച്ചു പോയിട്ടുണ്ടായിരുന്നു. അവനവിടെ വീണ ആ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് തന്നെ സൗപർണിക ഓടിപ്പോയിട്ട് അവൻ്റെ ഫോൺ എടുക്കുകയാണ്. എന്നിട്ട് അതിൽ നിന്നും ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവൾ ശ്രമിക്കുന്നത്. ആദ്യത്തെ വേദനയുടെ മുറിവ് മാഞ്ഞപ്പോൾ ദേഷ്യത്തോടെ അവനും വിളിക്കുന്നുണ്ട്, എടീ. പക്ഷേ ആ സമയം കൊണ്ട് സൗപർണിക വേഗം ഡിലീറ്റ് ആക്കാനുള്ള ഒരുക്കത്തിലാണ്. അപ്പോഴാണ് ഇന്ദു ആണെങ്കിൽ അങ്ങോട്ടേക്ക് സൗപർണികയെ എന്നൊക്കെ വിളിച്ചുകൊണ്ട് ഓടി വരുന്നത്. പക്ഷെ അപ്പോഴേക്കും ജയദേവൻ എഴുന്നേറ്റിട്ട് സൗപർണികയായിട്ട് തല്ലി പിടിച്ചിട്ട് അവൻ്റെ ഫോണിന് വേണ്ടി ബലപ്രയോഗം നടത്തുകയാണ്. ഫോണ് താടി, ഫോണ് വീട്. സൗപർണികയെ അവളെ കൊണ്ടാവുന്നത് പോലെ തടയാൻ ശ്രമിക്കുകയാണ്. അപ്പോഴും ഇന്ദു ഇങ്ങനെ സൗപർണിക എന്നൊക്കെ വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു.
ഇവർ രണ്ടുപേരും വലിയൊരു ബലപ്രയോഗം തന്നെയാണ് നടത്തുന്നത്. ഫോൺ കൊടുക്കാതിരിക്കാൻ സൗപർണികയും ഫോൺ കിട്ടാൻ വേണ്ടിയിട്ട് ജയദേവനും പറ്റാവുന്നത് പോലെയൊക്കെ ശ്രമിക്കുന്നുണ്ട്. നിന്നോട് ഫോൺ തരാനല്ലേടി പറഞ്ഞത്, ഫോൺ വിട്, എനിക്കിത് ഡിലീറ്റ് ചെയ്യണം. സൗപർണികയും കരയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഇത് ഞാൻ പുറത്ത് വിടാതിരിക്കണമെങ്കിൽ ഞാൻ ചോദിച്ച 5 ലക്ഷം രൂപ നീ എനിക്ക് തരണം. പ്ലീസ് വിട്, എടാ വിടാൻ, ഫോണിൽ നിന്ന് വിടാൻ. ഇത്രയും എന്നെ ഉപദ്രവിച്ച നിന്നെ ഇനി ഞാൻ വെറുതെ വിട്ടിട്ട് പോകുന്നു നീ കരുതിയോ? എടാ ഫോണിൽ നിന്ന് വിട്, മര്യാദയ്ക്ക് വിടാൻ. അപ്പം അവനും ദേഷ്യത്തോടെ പല്ല് കടിച്ചോണ്ട് പറയാണ്, അതെ, മര്യാദയ്ക്ക് 5 ലക്ഷം രൂപ തന്നിട്ട് നീ ഇതെൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോണ്ട് പോയിക്കോ. അവളാണെങ്കിൽ കരഞ്ഞോണ്ട് യാചിക്കുകയാണ്, ഫോണ് വിടാൻ 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 എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇന്ദു ആണെങ്കിൽ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അടുത്ത്. അപ്പോൾ അവൾക്ക് സൗപർണികയുടെ കരച്ചിൽ കേൾക്കാൻ പറ്റുന്നുണ്ട്. അവളിങ്ങനെ ചിന്തിക്കുകയാണ്, അത് സൗപർണികയുടെ ശബ്ദം പോലെ ഉണ്ടല്ലോ. നിന്നോട് ഈ ഫോൺ വിടാനല്ലേ പറഞ്ഞത്, മാറി നിൽക്ക്, മാറി നിൽക്ക്. അപ്പോൾ ജയദേവൻ പറയുന്നുണ്ട്, എൻ്റെ ജീവിതം നശിക്കുകയാണെങ്കിൽ അതിനോടൊപ്പം നീയും നശിക്കണടി എന്നും പറഞ്ഞിട്ടാണ് അവനും ഫോണിന് വേണ്ടിയിട്ട് ബലപ്രയോഗം നടത്തുന്നത്. അപ്പോഴേക്കും ഇന്ദു അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. സൗപർണികേ, സൗപർണികേ. അവർ രണ്ടുപേരും പരസ്പരം ആ ഫോണിന് വേണ്ടിയിട്ട് തല്ലി തന്നെ നടത്തുവാണ്. അവസാനം ജയദേവൻ്റെ ശക്തിക്ക് മുന്നിൽ സൗപർണിക അവിടെ തറയിലേക്ക് വീഴുന്ന കൃത്യം ഇന്ദുവിൻ്റെ കാൽച്ചോട്ടിലായിരുന്നു. ഇന്ദു അവളെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. ഏട്ടത്തി, അവൾ കരഞ്ഞോട് വിളിക്കുന്നുണ്ട്, സൗപർണികേ. തനിക്ക് മുൻപിൽ നിൽക്കുന്ന ജയദേവനെ കണ്ടപ്പോൾ ഇന്ദു നന്നായിട്ടൊന്ന് പകച്ചിട്ടുണ്ടായിരുന്നു. അവൾ ഞെട്ടിക്കൊണ്ട് സൗപർണികയോട് ചോദിക്കുകയാണ്, ഇവനെന്താ ഇവിടെ, നിനക്കെന്താടാ ഇവിടെ കാര്യം? എന്തിനാ നീ ഇവളുടെ പുറകെ നടക്കുന്നത്? അത് നീ അവളോട് ചോദിക്ക്. അപ്പോൾ കരഞ്ഞുകൊണ്ട് സൗപർണിക പറയാണ്, ഏട്ടത്തി, അവൻ എന്നെ മോശമായി വീഡിയോ എടുത്തിട്ട് കാശ് ചോദിച്ചിട്ട് ഭീഷണിപ്പെടുത്തുവാ. ദേ, അവൻ്റെ കയ്യിലുള്ള ആ ഫോണിൽ വീഡിയോ ഉണ്ട്. ആ ഫോൺ എങ്ങനെയെങ്കിലും മേടിച്ചിട്ട് ആ വീഡിയോ നശിപ്പിച്ച് കളയേട്ടത്തി. ഇന്ദുവിന് ശരിക്കും കേട്ടതൊന്നും വിശ്വസിക്കാനാവുന്നില്ല. എന്തൊക്കെയാ തനിക്ക് മുമ്പിൽ നടക്കുന്നതെന്ന് അവൾ വല്ലാതെ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. എങ്കിലും അവൾ അവൻ്റെ അടുത്തേക്ക് പോയിട്ട് അവനോട് പറയാണ്, ഡാ, ആ ഫോണിങ് താ. നിന്നോടാ ഫോൺ തരാൻ പറഞ്ഞത്. ഓ, നിനക്കും അത് കാണണോ? എന്നാ കണ്ടേക്ക് എന്നും പറഞ്ഞിട്ട് ജയദേവൻ വീഡിയോ എടുത്തിട്ട് ഇന്ദുവിനും കൊടുക്കുവാണ്. അവൾ ആ വീഡിയോ കണ്ടതിന് ശേഷം അവളും ശരിക്കും ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അവൾക്ക് നാണക്കേടും അറപ്പും തോന്നുവാണ്. ആ സമയത്ത് അവനാണെങ്കിൽ ഫോൺ ബലമായിട്ട് അവളുടെ കയ്യിൽ നിന്നും എടുക്കുകയാണ്. കണ്ട് മതിയായില്ലേ? മുഖം കണ്ടിട്ട് എന്ത് തോന്നി? സൗപർണിക തന്നെയല്ലേ അത്? അവൾ അവനോടുള്ള വെറുപ്പോടു കൂടി നിൽക്കുകയാണ്. ഞാനിത് നെറ്റിനകത്തോട്ടേക്ക് വിട്ടു കഴിഞ്ഞാൽ ഭവിഷ്യത്ത് എന്താണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ. ഇത്തവണ ശരിക്കും ഞെട്ടിയത് ഇന്ദു ആയിരുന്നു. അവനാണെങ്കിൽ ഭീഷണിപ്പെടുത്തുന്നതും ഇന്ദുവിനെ തന്നെയാണ്. നീ തെറ്റുകളൊക്കെ മറച്ചു വെച്ചിട്ട് കൈയും കാലും പിടിച്ചിട്ട് കല്യാണം കഴിപ്പിച്ചു കൊടുത്തില്ലേ ആ ശ്യാമിന്. ഇതൊക്കെ അറിയുന്ന ആ നിമിഷം അവൻ ഇവളെ ഉപേക്ഷിച്ച് അങ്ങ് പോവും. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കണമെങ്കിൽ ഞാൻ ചോദിച്ച 5 ലക്ഷം രൂപ എനിക്ക് തന്നേക്ക്, ഞാൻ എൻ്റെ പാട്ടിന് പൊയ്ക്കോളാം. അത് കേട്ടപ്പോൾ ഇന്ദു ശരിക്കും ഞെട്ടുവാണ്. 5 ലക്ഷം രൂപയാണ് വിലപേശുന്നത്. വേണ്ട, അങ്ങനെയൊന്നും ചെയ്യരുത്. വെറുതെ ഒരു പെണ്ണിൻ്റെ ജീവിതം നീ നശിപ്പിക്കരുത്. നീ അതിങ്ങ് താ ജയദേവാ. അവളും യാചിക്കുകയാണ്. എൻ്റെ ജീവിതം ഇവിടെ നശിച്ചുകൊണ്ടിരിക്കുക. അപ്പം പിന്നെ ഇവളെങ്ങനെ പോയാലും എനിക്കെന്താ? ജയദേവൻ സൗപർണികയെ നോക്കിക്കൊണ്ട് പുച്ഛത്തോടെ പറയാണ്. ശരിക്കും ഇന്ദു ഇത്തവണ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. പണം 5 lakhs തരുമോ? അപ്പോൾ ഇതും തന്നേക്കാം. സ്വന്തമായിട്ട് വലിയ വീടൊക്കെ വെച്ച ആളല്ലേ. അപ്പോൾ പിന്നെ ഈ 5 ലക്ഷമൊന്നും നിനക്ക് വലിയ കാര്യമൊന്നും അല്ലല്ലോ. അപ്പോൾ ഇന്ദു പറയുന്നുണ്ട്, നീ ആദ്യം ആ ഫോണിങ് താ, കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ആദ്യം നീ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്ക്. ജയദേവനും വിട്ടുകൊടുക്കുന്നില്ല. എന്നിട്ട് വീഡിയോ ഉള്ള ഈ ഫോൺ നിനക്ക് തരണോ എന്ന് ഞാൻ പിന്നീട് ആലോചിക്കാം. ഇത് എയറിൽ വിടാൻ എനിക്ക് വലിയ താമസമൊന്നും വേണ്ട. ഇന്ദുവും ശരിക്ക് പേടിച്ചുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ സൗപർണികയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് അവന് നേരെ കൈകൂപ്പിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. കാരണം അവളുടെ മാനം വെച്ചിട്ടാണ് അവനിപ്പോൾ സംസാരിക്കുന്നത്. അപ്പോഴാണ് ദൂരത്ത് നിന്നും ഇന്ദു ഇന്ദു എന്ന് നീലം വിളിച്ചുകൊണ്ട് നിൽക്കുന്നത്. ആ സമയത്ത് ജയദേവനോട് ഇന്ദു പറയുന്നുണ്ട്, ഞാനിവിടെ ജീവനോടെ ഉള്ളിടത്തോളം കാലം നീ ഈ ഫോണും കൊണ്ട് ഇവിടെ നിന്നും പോവില്ല. മര്യാദയ്ക്ക് ഈ ഫോൺ നിന്നോട് തരാനാണ് ഞാൻ പറഞ്ഞത്. ജയദേവനും അവളോട് പറയാണ്, നിങ്ങൾ രണ്ടുപേരും പ്രശ്നം ഉണ്ടാക്കാനാണെങ്കിൽ നിങ്ങളെ രണ്ടിനെയും കൊന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് രക്ഷപ്പെടും. നീ കുറേ നേരമായില്ലേ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ചേർന്നിട്ട് ജയദേവനെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ്. അവർ രണ്ടുപേരും അവൻ്റെ കയ്യിൽ നിന്ന് ഫോൺ കിട്ടാൻ വേണ്ടി ബലം പ്രയോഗിക്കുകയാണ്, വിട്ടുകൊടുക്കാതിരിക്കാൻ അവനും. ആ സമയത്താണ് നീലൻ അങ്ങോട്ടേക്ക് എത്തുന്നത്. നീലനെ കണ്ടപ്പോൾ തന്നെ ഇന്ദു പറയുന്നുണ്ട്, നീലേട്ടാ, ഇവൻ. എടാ റാസ്കൽ. നീലനും വേഗം അവൻ്റെ കഴുത്തിൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിക്കുകയാണ്. എന്തു പറ്റി ഇന്ദു? അവൻ ചോദിച്ച സമയത്ത് ഇന്ദു പറയുന്നുണ്ട്, ഇവൻ സൗപർണികയെ മോശമായി വീഡിയോ എടുത്തിട്ട് ഫോണിൽ വെച്ചുകൊണ്ട് അത് ഇൻ്റർനെറ്റിലിടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുവാണ്. അപ്പോൾ നീലൻ സൗപർണികയോട് ചോദിക്കുന്നുണ്ട്, അന്ന് ഇവരായിരുന്നില്ലേ പ്രശ്നം ഉണ്ടാക്കിയത്? അതേ ചേട്ടാ, അന്ന് ചേട്ടൻ വന്നിട്ടായിരുന്നില്ലേ എന്നെ രക്ഷിച്ചത്? ഇവൻ ഇത്തരക്കാരനാണെന്ന് നിനക്ക് അന്നേ പറയായിരുന്നില്ലേ? അതും പറഞ്ഞിട്ട് നീലൻ അവനെ പൊതിരെ തല്ലുവാണ്.
ജയദേവനും വിട്ടുകൊടുക്കുന്നില്ല. അവനും അവനെ കൊണ്ടാവുന്ന പോലെയൊക്കെ തിരിച്ച് നീലനെ ആക്രമിക്കുന്നുണ്ട്. ആ സമയത്താണ് നേരത്തെ അവിടെ വലിച്ചെറിഞ്ഞ വടിയെടുത്തിട്ട് സൗപർണിക വീണ്ടും അവന് തലക്ക് നോക്കി ഒന്ന് പൊട്ടിച്ചു കൊടുക്കുന്നത്. പെട്ടെന്ന് തലക്ക് അടി കൊണ്ടപ്പോൾ ജയദേവൻ ഒന്ന് പകച്ചുപോയി. അവൻ തലക്കിൽ കൈവച്ചുകൊണ്ട് അവിടെ താഴെ തറയിലേക്ക് വീഴുകയാണ്. പെട്ടെന്ന് അവൻ അങ്ങനെ തല കറങ്ങുന്നത് പോലെ വീഴുന്നത് കണ്ടപ്പോൾ നീലനും ഇന്ദുവും ഒന്ന് പേടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അതിനേക്കാളേറെ പരിഭ്രമത്തോടു കൂടിയാണ് സൗപർണികയെ നിൽക്കുന്നത്. അവസാനം അവർക്ക് മുമ്പിൽ വെച്ചിട്ട് തന്നെയാണ് ജയദേവൻ അവിടെ വീഴുന്നത്. അപ്പോൾ ഇന്ദു പറയുന്നുണ്ട് ബോധം കെട്ടുന്നാ തോന്നുന്നത്. പക്ഷേ സൗപർണിക വേഗം ഓടിപ്പോയിട്ട് അവൻ്റെ മൂക്കിനടുത്ത് കൈവച്ച് നോക്കുകയാണ്. പക്ഷെ അവൾക്ക് മനസ്സിലായി അവൻ്റെ ശ്വാസം നിലച്ചിരിക്കുകയാണെന്ന്. അവൾ പേടിച്ച് പരിഭ്രമത്തോടെ നീലനോട് പറയുന്നുണ്ട് ശ്വാസം കിട്ടുന്നില്ല ഏട്ടാ. നീലനും അത് കേട്ട് പേടിച്ച് തിരിച്ചു ചോദിക്കുകയാണ് എന്ത് ശ്വാസം ഇല്ലെന്നോ? എന്നിട്ട് അവനും പോയിട്ട് ജയദേവൻ്റെ നെഞ്ചിൽ ഹൃദയത്തിൻ്റെ മേൽ ശബ്ദം കേൾക്കുന്നുണ്ടോ നോക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അവനും നോക്കിയിട്ട് പറയാണ് ഹാർട്ട് ബീറ്റും ഇല്ലല്ലോ. അത് കേട്ടപ്പോൾ ഇന്ദു വല്ലാതെ പരിഭ്രമിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒരേ അവസ്ഥയിലാണുള്ളത്. സൗപർണിക നീലനോട് ചോദിക്കുകയാണ് ചേട്ടാ ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നീലനാണെങ്കിൽ എഴുന്നേറ്റിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയിലാണുള്ളത്. എന്നിട്ടും അവൻ ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഇവനൊക്കെ ചാവുക തന്നെയാണ് വേണ്ടത്, ചത്ത് തൊലയട്ടെ. അയ്യോ സൗപർണിക പേടിയോടെ നിൽക്കുകയാണ്. അപ്പോൾ ഇന്ദുവും പറയുന്നുണ്ട് ഇത് അത്ര നിസ്സാര കാര്യമാണോ നീലേട്ടാ? ഇത് എത്ര വലിയ ക്രൈമാണെന്നറിയോ? ഇത് പുറത്താരെങ്കിലും അറിയുകയാണെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ നശിക്കും. ഇന്ദുവും നീലനും പരസ്പരം സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് സൗപർണിക ജയദേവന് CPR കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നീലൻ ചോദിക്കുന്നുണ്ട് സൗപർണികെ നീ എന്തായി ചെയ്യുന്നത്? നീലേട്ടാ ഇങ്ങനെ ചെയ്താൽ ശ്വാസം തിരിച്ചു കിട്ടുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നേ. അവളെ കൊണ്ടാവുന്നത് പോലെ അവൾ വീണ്ടും വീണ്ടും ശ്രമിച്ചു നോക്കിയെങ്കിലും അവരും പ്രതീക്ഷയോടെ നിൽക്കുകയാണ്. ഒരുപക്ഷെ അവന് ജീവൻ തിരിച്ചു വന്നാലോ എന്ന് കരുതിയിട്ട്. പക്ഷെ അത്രയൊക്കെ ചെയ്തിട്ടും അവൻ്റെ മൂക്കിന് നേരെ കൈവെക്കുന്ന സമയത്ത് അവിടെ ശ്വാസം വന്നിട്ടില്ല. സൗപർണികയ്ക്ക് മനസ്സിലായി അവൻ മരിച്ചു എന്നുള്ളത്. അവളാകെ ടെൻഷനോടെ പറയുന്നുണ്ട് ചേട്ടാ ശ്വാസം വരുന്നില്ല ചേട്ടാ, ഇവൻ ചത്തുപോയി എന്നാണ് തോന്നുന്നത്. അപ്പോൾ നീലനാണെങ്കിൽ അത് നേരത്തെ മനസ്സിലായതാണ്. അവൻ പറയുന്നുണ്ട് ചാവട്ടെന്നേ, സ്വയരക്ഷയ്ക്ക് വേണ്ടി നീ ചെയ്തതല്ലേ, ഇനി അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പോഴേക്കും സൗപർണിക ചാടി എഴുന്നേക്കാണ്. എന്നിട്ട് അവൾ പറയുന്നുണ്ട് നീലേട്ടാ എനിക്ക് വല്ലാതെ പേടിയാവുന്നു, നമുക്ക് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കാര്യം പറയാം, പ്ലീസ് നീലേട്ടാ നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. അവൾ ആകെ പരിഭ്രമിച്ച് പതറിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. ഇന്ദുവിനും അവളുടെ ആ ടെൻഷൻ മനസ്സിലാവുന്നുണ്ടായിരുന്നു. സൗപർണികെ എന്താ നീലേട്ടാ ഇവള് പോലീസ് സ്റ്റേഷനിലേക്ക് പോകണമെന്ന് പറയുന്നു. ഇന്ദു പേടിച്ചുകൊണ്ട് പറയാണ് അതേ ഇന്ദു എനിക്കും അത് തന്നെ ശരിയെന്നാ തോന്നുന്നത്. സ്വയരക്ഷയ്ക്ക് വേണ്ടി അടിച്ചപ്പോൾ മരിച്ചതാണെന്ന് പറയാം, പോലീസിന് കാര്യം മനസ്സിലാവും, അതുതന്നെയല്ലേ സത്യം. പക്ഷെ ഇന്ദുവിനത് ഉൾക്കൊള്ളാനാവുന്നില്ല. ഏട്ടത്തി ശരി തന്നെ ഏട്ടത്തി, ചേട്ടൻ പറയുന്നത് പോലെ നമുക്ക് പോലീസിനോട് പറയാം. സൗപർണിക പരിഭ്രമത്തോടു കൂടി തന്നെയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾ പതർച്ചയോടു കൂടിയാണ് ഓരോരോ വാക്കുകളും വിക്കിയാണ് പറയുന്നത്. നമ്മളിപ്പോൾ ഇത് പറയാതിരുന്ന് ഒളിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അവർ കണ്ടുപിടിക്കുമ്പോൾ അത് വലിയൊരു ക്രൈമായിട്ട് മാറും. അതൊന്നും വേണ്ട ഏട്ടത്തി, എനിക്ക് പോലീസിനോട് പറയണം. എങ്കിൽ ഞാൻ പോയിട്ട് പോലീസിനെ വിളിച്ചുകൊണ്ട് വരാം. നീലം പെട്ടെന്ന് തന്നെ പറയാണ് നിങ്ങളിവിടെ നിൽക്ക് ഇന്ദു, നീ ഇവളെ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് നീലം പോകാൻ തുനിഞ്ഞതും ഇന്ദു അവനെ പിടിച്ച് വലിക്കുകയാണ്. അങ്ങനെ അങ്ങ് പോവല്ലേ ഇന്ദു, കൈവിട്, പറയാതിരിക്കുന്നത് എങ്ങനെയാ എന്നും പറഞ്ഞിട്ട് നീലനും ഇന്ദുവും തമ്മിൽ അവിടെ പൊരിഞ്ഞൊരു സംസാരം തന്നെ നടക്കുകയാണ്. ഒന്നും പറയാനാവാതെ സൗപർണിക അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അവളാണെങ്കിൽ വല്ലാതെ ഭയന്നൊരവസ്ഥയിലാണല്ലോ ഉള്ളത്. അതുകൊണ്ട് അവൾക്കും ഒന്നും പറയാൻ പറ്റുന്നില്ല. പക്ഷേ പെട്ടെന്നാണ് ജയദേവന് ബോധം വരുന്നത്. അവനിങ്ങനെ തുറിച്ച കണ്ണുകളുമായിട്ട് മേലോട്ടേക്ക് നോക്കി കിടക്കുകയാണ്. തലയുടെ ആ ഒരു കെട്ട് മാറിയപ്പോൾ അവൻ നേരെ ചാടി എഴുന്നേൽക്കുകയും സൗപർണിക അവനെ അടിച്ചിട്ട് അവിടെ താഴെ ഇട്ട വടിയെടുത്തിട്ട് അവൻ നേരെ എഴുന്നേൽക്കുകയാണ്. സംസാരത്തിനിടയിൽ ഇന്ദുവാണ് ആദ്യം കാണുന്നത്. നീലേട്ട അവൻ എഴുന്നേറ്റു, സൗപർണികയെ എന്ന് വിളിക്കുമ്പോഴേക്കും സൗപർണിക തിരിഞ്ഞു നോക്കലും കൃത്യമായിട്ട് ജയദേവൻ അവളുടെ തലയ്ക്ക് നോക്കിയാണ് അടിക്കുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് സൗപർണികയുടെ തലയിൽ ആ അടി കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ അവളും അവിടെ വീണു പോയിട്ടുണ്ടായിരുന്നു. അവളെ അടിച്ചതിന് ശേഷം ജയദേവനാണെങ്കിൽ ഓടി രക്ഷപ്പെടുകയാണ്. നീലൻ അവന് പിന്നാലെ കുറച്ച് ദൂരം ഓടിയെങ്കിലും തിരിച്ചു വന്ന് സൗപർണിക രക്ഷിക്കേണ്ടതുകൊണ്ട് അവൻ്റെ പിന്നാലെ കൂടുതൽ ദൂരം പോയില്ല. സൗപർണികയുടെ തലയിൽ നിന്നും ഒരുപാട് ബ്ലഡ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ രണ്ടുപേരും ചേർന്നിട്ട് അവളെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ആ സമയത്ത് സൗപർണികയോട് ഇന്ദു പറയുന്നുണ്ട് സൗപർണിക കുറച്ച് നേരം ഒന്ന് ക്ഷമിക്കുമോളെ, നമുക്ക് ഇപ്പോൾ ഹോസ്പിറ്റലിൽ എത്താം. പക്ഷേ അവൾ അതിന് കൂട്ടാക്കാതെ നീലനോട് പറയാണ് എനിക്ക് എന്ത് പറ്റിയാലും സാരയില്ലേട്ടാ, അവൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും ആ വീഡിയോ വാങ്ങിക്ക്, അവനതങ്ങാൻ ഇൻ്റർനെറ്റിലിട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആത്മഹത്യ ചെയ്യൽ മാത്രമേ മാർഗമുള്ളൂ ഏട്ടത്തി. അതും പറഞ്ഞിട്ട് അവൾ പൊട്ടി പൊട്ടി കരയാണ്. ആ സമയത്ത് നീലൻ അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഇല്ല മോളെ അങ്ങനെയൊന്നും സംഭവിക്കില്ല, എങ്ങനെയെങ്കിലും അത് അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കേട്ടത്തി, ഒന്ന് എണീക്ക്, അവൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, നീ വിഷമിക്കല്ലേ, ഒന്ന് എഴുന്നേക്ക് എന്ന് പറഞ്ഞിട്ട് നീലൻ അവളെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. എന്നിട്ട് രണ്ടുപേരും ചേർന്നിട്ട് സൗപർണികയും കൂട്ടിയിട്ട് കാറ്റിന് പുറത്തേക്ക് വരാൻ ശ്രമിക്കുകയാണ്. ആ സമയത്താണെങ്കിൽ ശ്യാം ഒരു ജീപ്പിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ശ്യാമാണെങ്കിൽ സൗപർണികയും കൂട്ടിയിട്ട് ഇവർ വരുന്നത് കണ്ടപ്പോൾ അവിടെ നിർത്തിയിട്ട് അവൻ വേഗം ചാടി ഇറങ്ങുകയാണ്. സൗപർണിക എന്തു പറ്റി? അപ്പോൾ അവൾക്കാണെങ്കിൽ നടക്കാനൊന്നും വയ്യ.
ശ്യാമിനെ കണ്ടപ്പോൾ അവർ വേഗം തന്നെ വരികയാണ്. ശ്യാമേ, വേഗം ഇവളെ പിടിക്ക്, എന്താ പറ്റിയത് ഇവക്ക്? ശ്യാമ വല്ലാതെ പേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ദു പറയുന്നുണ്ട്, താഴെ വീണതോ? എങ്ങനെയാ വീണത്? അയ്യോ, അവിടെ ഒരു വലിയ കല്ലുണ്ടായിരുന്നു, അത് തട്ടി വീണതാ. ഇന്ദു ശ്യാമിനോട് കള്ളം പറയുകയാണ്. എങ്ങനെ ഇത്ര വലിയ മുറിവുണ്ടായത് എന്നൊക്കെ അവനിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവൻ്റെ സംസാരം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വേഗം വാ ശ്യാമ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വിഷയം മാറ്റുവാണ്. സൗപർണിക വല്ലാതെ കുഴങ്ങിയിട്ടാണ് നടക്കുന്നത്. നീലനാണ് അവിടെ പിന്നിലാണ് നിൽക്കുന്നത്. സൗപർണിക വണ്ടിയിൽ കയറാതെ നീലനെ നോക്കുകയാണ്. വീണ്ടും അവൾ അവനോട് യാചിക്കുന്നുണ്ട് ആ വീഡിയോ അടങ്ങിയ ഫോണൊന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. നീലനാണെങ്കിൽ അതിന് തയ്യാറായിക്കൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. സൗപർണിക നീ വണ്ടി കയറുന്നൊക്കെ ഇന്ദുവും ശ്യാമും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും സൗപർണിക നീലനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. നീലനാണെങ്കിൽ ഒരേട്ടൻ്റെ ഉത്തരവാദിത്തത്തോടെ ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുകയാണ്. സൗപർണികയെ വണ്ടിയിൽ കയറ്റിയതിന് ശേഷം ശ്യാമും കയറിയപ്പോൾ ഇന്ദു നീലനെ പോയിട്ട് വിളിക്കുകയാണ്, നീലേട്ടാ വേഗം വാ, വണ്ടി കയറ്. പക്ഷേ നീലൻ മനസ്സിലൊരു കാര്യം ഉറപ്പിച്ച് നിൽക്കുകയായിരുന്നു. ഇല്ല എന്ന് അവൻ തലയനക്കുകയാണ്. നോക്കി നിൽക്കാതെ വാ നീലേട്ടാ. ഇന്ദു കരഞ്ഞുകൊണ്ട് ടെൻഷൻ അടിച്ച് വിളിക്കുകയാണ്. പക്ഷേ ഇല്ല എന്ന് പറഞ്ഞിട്ട് നീലൻ പിന്നോട്ടേക്ക് കാല് വലിക്കുകയാണ്. അവൻ കൂടുതലൊന്നും പറയാതെ പിന്നോട്ടേക്ക് ഓടുവാണ്. അവൻ്റെ ഉദ്ദേശം ജയദേവനെ പിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വേഗം വന്നിട്ട് ഇന്ദു ശ്യാമിനോട് പറയാണ്, ശ്യാമ എനിക്ക് നീലേട്ടൻ്റെ കൂടെ നിൽക്കണം. അപ്പം നിങ്ങൾ വരുന്നില്ലേ? ഞങ്ങൾ വന്നോളാം, എനിക്ക് നീലേട്ടൻ്റെ കൂടെ വരാൻ പറ്റുള്ളൂ. നീ പെട്ടെന്ന് തന്നെ സൗപർണികയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോ. ശരിയെന്ന് പറഞ്ഞിട്ട് ശ്യാം സൗപർണികയും കൂട്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഇന്ദു ആണെങ്കിൽ വേഗം നീലന് പിന്നാലെ അവൻ്റെ പിന്നാലെ തന്നെ ഓടുന്നുണ്ടായിരുന്നു. പക്ഷേ നീലനാണെങ്കിൽ ഇന്ദു വരുന്നത് പോലും കാത്തു നിൽക്കുന്നില്ല. അവൻ്റെ ഉദ്ദേശം ജയദേവനെ പിടികൂടുക എന്ന് മാത്രമുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ദുവിൻ്റെ വിളിക്കോ ഒന്നിനും അവൻ കാത്തു നിൽക്കാതെ അവൻ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. പിന്നാലെ പോയിട്ട് ഇന്ദു ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നീലേട്ടാ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ കേട്ടാണെങ്കിൽ പോലും നീലൻ തിരിഞ്ഞു നോക്കുകയോ നിൽക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ അവൻ ഓടി ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഒരു മരത്തിൻ്റെ പിന്നിലായിട്ട് ജയദേവൻ അവിടെ ഇരിക്കുന്നത് കാണുവാണ്. ആ സമയത്ത് ജയദേവനാണെങ്കിൽ നീലനെ കാണുന്നില്ല. നീലൻ മെല്ലെ ജയദേവൻ്റെ പിന്നിലായിട്ട് പോയിട്ട് നിൽക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.